إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وآله وصحبه أجمعين وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله അള്ളാഹുവിനെ തഖ്വയിൽ അധിഷ്ഠിതമായി സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം എല്ലാ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ തൗഫീഖ് സദാ നമുക്ക് അനുകൂലമാക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ തൗഹീദിന്റെ വിഭജനങ്ങളിൽ ഒന്നായ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിലുള്ള തൗഹീദ്, അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട ആമുഖമായ ചില സംസാരങ്ങളായിരുന്നു നാം നടത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാഅകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ അഫ്ആലുകൾ, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, ഇവയിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്ന വിജ്ഞാന ശാഖ, അഥവാ അള്ളാഹുവിന്റെ അസ്മാഅകളെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുമുള്ള പഠനം, അത് ദീനിന്റെ വിജ്ഞാന ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അജല്ലു ഉലൂമിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹും റിളയും, അള്ളാഹുവിന്റെ മുഖം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയുമുള്ള സദുദ്ദേശം, ഇഖ്ലാസ്, ആ ഉദ്ദേശ ലക്ഷ്യമാകുന്നു അജല്ലുൽ മഖാസിദ്, നാം വെച്ചു പുലർത്തേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന പ്രവർത്തനം, തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇബാദത്തുകളുടെ പ്രവർത്തനം, അത് എല്ലാ ഓരോരുത്തരും അനിവാര്യമായും ചെയ്യേണ്ടുന്ന ഉന്നതമായ കർമ്മങ്ങളിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ, അവന്റെ അസ്മാഅകളിലൂടെ, അവന്റെ സിഫാത്തുകളിലൂടെ പ്രകീർത്തിക്കലും സ്തുതിക്കലും വാഴ്ത്തലും, അവനെ സദാ അതിലൂടെ സ്മരിക്കലും നാം ഉരുവിടുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠകരമായ വാക്കുകളാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സംസാരിച്ച
സംസാരത്തിന്റെ ആകത്തുകയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരാൾ പഠിക്കുന്ന വിജ്ഞാന ശാഖകളിൽ ഏറ്റവും ഉന്നതമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പറ്റിയുള്ള വിജ്ഞാനമാണ്. ഒരാളുടെ ഉദ്ദേശങ്ങളിൽ ഏറ്റവും നല്ല ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ വജഹും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. ഒരാളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതായ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ തൗഹീദിൽ അധിഷ്ഠിതമായി ചെയ്യുന്ന ഇബാദത്തുകളുടെ പ്രവർത്തനം മാത്രമാണ്. ഒരാളുടെ ഏറ്റവും മഹത്തരമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാകളിലൂടെയും സിഫാത്തുകളിലൂടെയും അവനെ പ്രകീർത്തിക്കലും അവനെ സ്തുതിക്കലും അവനെ വാഴ്ത്തലും അവനെ ദിക്ർ ചെയ്യലുമാണ്. മഹാനായ അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ന ദഅവത റുസുലി തദൂറു അലാ സലാസതി ഉമൂരിൻ. മുർസലീങ്ങൾ അവരുടെ ദഅവത്ത്, അവരവരുടെ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ആ ദഅവത്തിന്റെ ശബ്ദം 3 മേഖലയിൽ പരിമിതപ്പെടുത്താൻ സാധിക്കും. ഒന്നാമതായി തഅരീഫു റബ്ബിൽ മദ്ഊ ഇലൈഹി ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി. നാം ഏതൊരു റബ്ബിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്, നാം അനിവാര്യമായി ആർക്കു മാത്രമാണോ ഇബാദത്ത് ചെയ്യേണ്ടത്, ആ റബ്ബിന്റെ നാമങ്ങൾ, ആ റബ്ബിന്റെ വിശേഷണങ്ങൾ, ആ റബ്ബിന്റെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് റബ്ബിനെ നിർവചിച്ചു നൽകുക, റബ്ബിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക, അള്ളാഹുവിനെ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുക. ഇതാണ് മുസ്ലിങ്ങളുടെ ദഅവത്തുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മഅരിഫത്തു ത്വരീഖത്തിൽ മൂസിലതി ഇലൈഹി വഹിയ ദിക്റുഹു വശുക്റുഹു വഇബാദത്തുഹു അല്ലതി തജ്മഉ കമാലു ഹുബ്ബിഹി വകമാലു ദുല്ലി ലഹു. രണ്ടാമത്തെ ഭാഗം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ ജനങ്ങൾക്ക് നിർവചിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരേണ്ട മാർഗം, അള്ളാഹു സ്വീകരിക്കുന്ന രക്ഷയുടെ മാർഗം ഏതാണ്, ആ മാർഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് നാം പ്രവേശിക്കുക, അത് അവനെ സ്മരിക്കൽ, ദിക്ർ ചെയ്യൽ, വശുക്റുഹു ഇബാദത്തുഹു, അവന് ഇബാദത്ത് ചെയ്യൽ, അവന് മാത്രം ഇബാദത്ത് ചെയ്യൽ, അവന് നന്ദി കാണിക്കൽ. ഇങ്ങനെ അവനോടുള്ള സ്നേഹത്തിന്റെയും കീഴ്വണക്കത്തിന്റെയും പൂർണ്ണത സംഗമിപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി ചെയ്യുന്ന നന്ദിയുടെയും ഇബാദത്തിന്റെയും അതുപോലെ തന്നെ ദിക്റിന്റെയും പ്രകടനങ്ങളാണ് അവനിലേക്ക് എത്തിച്ചേരേണ്ടുന്ന മാർഗങ്ങൾ. ഇതാണ് രണ്ടാമതായി മുർസലുകൾ വിശദീകരിച്ച ദഅവത്തിന്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമതായി تعريفهم ما لهم بعد الوصول إليه في دار كرامته من النعيم الذي أفضله وأجله. ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നാൽ ശേഷം അവനുള്ളത് എന്താണ്, അവന് പിന്നീട് ലഭിക്കുന്നത് എന്താണ്? അതെ, ദാറുൽ കറാമ, ആദരവിന്റെ ഗേഹമായ സ്വർഗത്തിൽ അവനൊരിക്കലും നിലക്കാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വതമായ സ്വർഗവാസം, അവിടുത്തെ അനുഗ്രഹങ്ങൾ, അവിടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന അപരിമയമായ തൃപ്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നേർക്ക് നേരെ കാണുന്ന കാഴ്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന സമാധാനം, സുരക്ഷ, നിർഭയത്വം, വതക്ലീമുഹു ഇയ്യാഹും, അള്ളാഹുവരോട് നേർക്ക് നേരെ സംസാരിക്കുക എന്ന സൗഭാഗ്യം. തൗഹീദിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നീട് അവർക്ക് ലഭിക്കുന്ന പര്യവസാനം എന്തൊക്കെയാണ്, നിലക്കാത്ത ശാശ്വതമായ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് മുർസലുകളുടെ ദഅവത്തിന്റെ മൂന്നാമത്തെ ഭാഗം. ഈ 3 കാര്യങ്ങളിൽ പരിമിതപ്പെടുത്താം മഹാന്മാരായ അമ്പിയാക്കളുടെയും മുർസലുകളുടെയും അലൈഹിമു സ്വലാത്തു വസ്സലാം അവരുടെ ദഅവത്ത്. ഇതാണ് സകല മുസ്ലിങ്ങളുടെയും ദഅവത്തിന്റെ രൂപം. മഹാനായ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തും ഈ രൂപത്തിലായിരുന്നു. മനുഷ്യർക്ക് അവരുടെ റബ്ബ് മഅബൂദ്, അവരുടെ ആരാധനാരാണ്, അവരുടെ റബ്ബാരാണ് എന്ന അല്ലാഹുവിനെ അവന്റെ അസ്മാകളിലൂടെയും സിഫാത്തുകളുടെയും അഫ്ആലുകളിലൂടെയും ആവശ്യമായ വിശദീകരണത്തിൽ ചുരുങ്ങിയും ബൃഹത്തായും സ്പഷ്ടമായും വ്യക്തമായും തുടരെയും ആവർത്തിച്ചും റസൂലുള്ളാഹി പരിചയപ്പെടുത്തി. ഖുർആനിന്റെ ആയത്തുകൾ സുവ്യക്തമാം വിധം നമുക്ക് പരിചയമാണ്. അതോടൊപ്പം ഈമാനിയുടെ ഹൃദയത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഈ രൂപത്തിൽ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ റബ്ബിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് ശക്തമായി സ്ഥിരപ്പെട്ടു. അവരുടെ ഹൃദയത്തിൽ വേരുറപ്പിക്കുന്ന തോതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ് റസൂൽ അവർക്ക് പറഞ്ഞു നൽകി, നിർവചിച്ചു നൽകി, അല്ലാഹുവിനെ അവർക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ കുഫ്റിന്റെയും നിഫാഖിന്റെയും കറപുരണ്ട നിഫാഖുകളും ശക്കുകളും സംശയങ്ങളും സന്ദേഹങ്ങളും അവരുടെ ഹൃദയത്തിൽ നിന്ന് തെളിഞ്ഞു മാറി. ആ സംശയത്തിന്റെ കാർമേഘങ്ങൾ അത് പാറിപ്പറന്ന് ഈമാനിന്റെ തൗഹീദിന്റെ ഉജ്ജ്വലമായ വെളുത്ത പ്രഭ അവരുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുകയും പ്രശോഭിക്കുകയും ഉണ്ടായി. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിലൂടെ അവിടുത്തെ അനുയായികൾ കൈവരിച്ച ഈമാനിന്റെ ശുഭ്ര വെളിച്ചം അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു അടിസ്ഥാനം? എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ അസ്മാകളിലൂടെയും അവന്റെ സിഫാത്തുകളിലൂടെയും സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചാൽ അതുമൂലമുണ്ടാകുന്ന അനന്തരഫലം, അതിന്റെ പ്രതികരണം അത്ഭുതകരമാം വിധം മുർസലുകൾക്ക് ലഭിച്ചതുപോലെയായിരിക്കും. അതിനോട് സമാനമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് അല്ലാഹു അവന്റെ നാമങ്ങളായും വിശേഷണങ്ങളായും അവന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും സ്ഥിരപ്പെട്ട നാമങ്ങളിലൂടെയും വിശേഷണങ്ങളുടെയും മാത്രമാണ്. കേട്ടുകേൾവിയുള്ള പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വന്നിട്ടുള്ള ഏതോ ജൽപ്പനങ്ങൾ, അതിന്റെ അനുയായികൾ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്ന ചില നാമങ്ങളും ചിന്തിച്ചാൽ പോലും മറ്റം കാണാത്ത ചില പ്രയോഗങ്ങളും, അതിലൂടെയല്ല അള്ളാഹുവിന്റെ മുർസലുകൾ അള്ളാഹുവിനെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയത്. അള്ളാഹു അവരെ സ്ഥിരപ്പെടുത്തിയ അസ്മാകളുടെയും സിഫാത്തുകളുടെയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അള്ളാഹുലേക്ക് ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാഹു ബിഇദ്നിഹി തബാറക വ തആല അതിന്റെ പ്രതിഫലം, അതിന്റെ പ്രതികരണം, അതിന്റെ അനന്തരഫലം അത് അത്ഭുതകരമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്രകാരമായിരുന്നു സകല മുർസലുകളും അവരുടെ സമൂഹത്തെ ദഅവത്ത് നടത്തിയത്. എന്നാൽ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിന്റെ വിഷയത്തിൽ വ്യതിചലിച്ച കക്ഷികളുണ്ട്. അവരുടെ ബുദ്ധിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത കോലത്തിൽ അവനെ നിരർത്ഥകമാക്കുകയും എന്നാൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ നിഷേധിക്കുകയും വേറെ ചിലർ അള്ളാഹുവിനില്ലാത്ത നാമങ്ങൾ അവന് സ്ഥിരപ്പെടുത്തുകയും അള്ളാഹുവിന് അവൻ ഉദ്ദേശിക്കാത്ത നാമങ്ങളിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിന്റെ തൗഹീദിന്റെ വിഭജനത്തിൽ പിഴവ് പറ്റിയവരുടെ ചിന്തകൾ അതെത്രമാത്രം ബുദ്ധിശൂന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലൂടെ കുഫാറുകളോടും മുനാഫിഖുകളോടും അല്ലാഹുവിന്റെ അസ്മാഇലും സിഫാത്തിലും വ്യതിചലനം സംഭവിച്ചവരോടും ചോദിച്ചതുപോലെ അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ്, അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ്, അല്ലയോ റസൂലേ താങ്കൾക്ക് ഇറക്കി തന്ന കിതാബ് ഖുർആൻ അതുപോലെ അവർക്ക്, ആ ഖുർആനിലുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ പോലെ അവർക്ക്, യുത്ലാ അലൈഹിം ആ ഖുർആനാകട്ടെ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുകയാണ്, അവർക്ക് പാരായണം ചെയ്യപ്പെടുകയാണ്. ഇന്ന ഫീ ദാലിക ലറഹ്മത്തുൻ വ ദിക്റാ ലിഖൗമി യുഅ്മിനൂൻ ആ ഖുർആനിലാകട്ടെ അവർക്കുള്ള റഹ്മത്തുണ്ട്, അവർക്കുള്ള ദിക്റ ഉത്ബോധനമുണ്ട്. ലിഖൗമി യുഅ്മിനൂൻ വിശ്വസിക്കുന്ന സമൂഹങ്ങൾക്ക്, മുഅ്മിനുകൾക്ക് ആ ഖുർആനിൽ യഥേഷ്ടം ദിക്റയും ഉത്ബോധനവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യവുമുണ്ട്. എന്താണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ച കാരുണ്യവും ദിക്റയും? العلم الكثير والخير الغزير وتزكية القلوب والأرواح وتطهير العقائد وتكميل الأخلاق والفتوحات الإلهية والأسرار الربانية. മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചത് ഇപ്രകാരമാണ്: വിജ്ഞാനത്തിന്റെ ബൃഹത്തായ സ്രോതസ്സാണ് ഖുർആൻ, അതുപോലെ തന്നെ നന്മയുടെ വിളനിലമാണ് ഖുർആൻ, ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും സംസ്കരണ കേന്ദ്രമാകുന്നു ഖുർആൻ. വതദ്ഹീറുൽ അഖായിദ് കറപുരണ്ട വിശ്വാസങ്ങളുടെ പരിശുദ്ധി തീർക്കുന്ന സംസ്കാരവും വിശ്വാസവുമാണ് ഖുർആൻ. വതക്മീലുൽ അഖ്ലാഖ് ഒരു മനുഷ്യന്റെ സ്വഭാവ പൂർത്തീകരണം അത് ഖുർആനിലുണ്ട്. വൽഫുതുഹാത്തുൽ ഇലാഹിയ വൽ അസ്റാറുർ റബ്ബാനിയ അല്ലാഹുവിന്റെ റുബൂബിയത്തിന്റെ രഹസ്യങ്ങൾ, അല്ലാഹുവിന്റെ ഇലാഹിയത്തിന്റെ വിജയങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഉബൂദിയത്തിന്റെ ലക്ഷണങ്ങൾ അത് ഖുർആനിലുണ്ട്. ഇതാണ് ഖുർആൻ.
ഈ ഖുർആൻ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തലുകൾ, വിശേഷണങ്ങൾ, അതിലൂടെ മാത്രമാണ് അമ്പിയാക്കളും മുർസലുകളും മുൻകാല വേദങ്ങളിൽ സ്ഥിരപ്പെട്ടതുപോലെയുള്ള ദഅവത്തിന്റെ രീതിയാണ് ഇന്നേ വരെ സലഫുകളും തുടർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാതൃകയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചിലർക്കെങ്കിലും മനസ്സിൽ കറപിടിപ്പിച്ച ഒരു സംശയമുണ്ട്. തൗഹീദുള്ളവർ എന്ന് പറയുന്നവർ തന്നെ അത് പലപ്പോഴും സംസാരിക്കാറുണ്ട്. അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ചുള്ള പഠനം അത് സംശയമുണ്ടാക്കും. അത് നമ്മുടെ ബുദ്ധിക്ക് താങ്ങാത്ത ഒരു വകുപ്പാണ് എന്ന് പല സാധാരണക്കാരും പറയുന്നത് ഞാൻ പോലും കേട്ടിട്ടുണ്ട്. എന്നാൽ ഓർക്കുക നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കിയാലല്ലാതെ അല്ലാഹുവിന് യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല തന്നെ. ആ വിഷയത്തിൽ യാതൊരു കറയുമില്ല, ആ വിഷയത്തിൽ യാതൊരു ഇരുട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് തറക്തുകും അലൽ ബൈദാ, നിങ്ങളെ വെളുത്ത പ്രതലത്തിൽ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രിയാകട്ടെ പകലിന് സമാനമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, എനിക്ക് ശേഷം സ്വയം നശിച്ചവനല്ലാതെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മെ ഉപേക്ഷിച്ചു പോയത് വെളുത്ത ശുഭ്രശോഭ വിതറുന്ന പ്രതലത്തിലാണ്. അതിലെ രാത്രി പോലും പകലിനോടും സമാനമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നൽകിയിട്ടുള്ള ദീനിൽ നിന്ന് ഒരൊറ്റ സംഗതി പോലും അത് അവ്യക്തമാവിധം, കറപിടിപ്പിക്കുമാവിധം, സംശയകരമാവിധം നിലകൊള്ളുന്നില്ല തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരിൻ മാ യുഅല്ലിമുഹു ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയെയും ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി, ആ പ്രവാചകന് ബാധ്യത ഏൽപ്പിച്ചിട്ടല്ലാതെ അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരിൻ മാ യുഅല്ലിമുഹു ലഹും, ഏതൊരു നന്മയുണ്ടോ ആ സമൂഹത്തിന് അത് പഠിപ്പിച്ചു നൽകണം. വയൻഹാഹും അൻ ശർരിൻ മാ യുഅല്ലിമുഹു ലഹും, ഏതൊരു തിന്മയുണ്ടോ അത് ആ സമൂഹത്തിൽ നിന്ന് വിലക്കണം എന്ന് ബാധ്യത ഏൽപ്പിച്ചിട്ടല്ലാതെ ഒരു പ്രവാചകനെയും ഒരു നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, തറക്കനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ത്വാഇറുൻ യുഖല്ലിബു ജനാഹിഹി ഫിൽ ഹവാ ഇല്ലാ വഹുവ യദ്കുറു മിൻഹു ഇൽമൻ. റസൂലുള്ള ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. വായുവിലൂടെ ചിറകിട്ടടിക്കുന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ വിഷയത്തിൽ എന്തെങ്കിലും ഇൽമുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഉണർത്തിയിട്ടല്ലാതെ റസൂലുള്ള ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, فقال النبي صلى الله عليه وسلم, رسول الله صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു, ما بقي شيء يقرب من الجنة ويباعد من النار وقد بين لكم. അതെ, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊരു വസ്തുവുണ്ടോ അതെല്ലാം ഇവിടെ അവശേഷിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തമാകാതെ ഇവിടെ അവശേഷിക്കുന്നില്ല. റസൂലുള്ളാഹിക്ക് ശേഷം നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എന്ത് കാര്യമുണ്ടോ, സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതൊന്നും വ്യക്തമല്ലാത്ത വിധം അവ്യക്തമായി ഇവിടെ നിലകൊള്ളുന്നില്ല. അതെല്ലാം പകൽ വെളിച്ചം പോലെ റസൂലുള്ള പറഞ്ഞതുപോലെ സുവ്യക്തമാണ് ഇവിടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ചുള്ള പഠനം അത് മനസ്സിൽ സംശയം ജനിപ്പിക്കും, അല്ലെങ്കിൽ അത് കൂടുതൽ സംശയങ്ങളിലേക്ക് വഴിതെളിയിക്കും, അത് കൂടുതൽ വസ്വാസ് ഉണ്ടാക്കും. അത് സാധാരണക്കാർക്ക് താങ്ങാത്ത വിഷയമാണ്. ഇങ്ങനെയുള്ള പൊതുശബ്ദങ്ങൾ ആ ശബ്ദിക്കുന്നവർ ഓർക്കട്ടെ, അതവരുടെ ഈമാനിന്റെ ദുർബല ലക്ഷണമായി അവർ മനസ്സിലാക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം, അതിന്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം. മഹാന്മാരായ സലഫുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു, ഫഇന്നഹു ലാ സഅദത ലിന്നാസ്, മാനവരാശിക്ക് സൗഭാഗ്യമില്ല, വിജയമില്ല, വല ഫലാഹ വല സ്വലാഹ വല നഈമ വല റാഹ, അവരുടെ മനസ്സുകൾക്ക് സമാശ്വാസവും സമാധാനവും, അവർക്ക് യാതൊരു അനുഗ്രഹവും യാതൊരു നന്മയും യാതൊരു വിജയവും കൈവരിക്കാൻ സാധിക്കുകയില്ല. എന്തില്ലാതെ? അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം അവർക്കില്ലാതെ.
മാത്രമല്ല മുഅ്മിനീങ്ങൾക്ക് ഖുർറത്തു ഉയൂനിഹിം വഹയാത്തു ഖുലൂബിഹിം, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുമുള്ള പഠനം എന്ന് പറഞ്ഞാൽ നീ മുഅ്മിനാണോ നിന്റെ കണ്ണിനത് കുളിർമയേകും. നീ മുഅ്മിനാണോ നിന്റെ ഹൃദയത്തിലെ ജീവൻ നിലനിൽക്കുക ആ പഠനത്തിലൂടെയായിരിക്കും. നിന്റെ ആത്മാവിന്റെ ജീവന്റെ നിലനിൽപ്പ് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും. ഇത് സലഫുകൾ പറഞ്ഞു വെച്ച വാചകങ്ങളാണ്. ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ച് പഠിക്കാതിരുന്നാൽ, അതിലൂടെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാതിരുന്നാൽ, ആ വിഷയത്തിൽ അലംഭാവം കാണിച്ചാൽ അവർ ആരെ പോലെയാണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞതുപോലെ അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂൻ, നീ വിചാരിക്കുന്നുണ്ടോ റസൂലേ അവരിൽ അധിക പേരും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഇൻഹും ഇല്ല കലൻആം, അവർ മൃഗതുല്യരാണ്, അവർ മൃഗങ്ങളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അദല്ലു സബീല, അല്ല അവരതിനേക്കാൾ വഴിതെറ്റിയ സമൂഹമാണ് എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ ആ ഫിത്നയിലേക്കും കുഫ്രിന്റെ ലാഞ്ചനയിലേക്കും നാം വഴിതെളിയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള പഠനം അതൊരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അകറ്റി നിർത്താൻ വകുപ്പില്ലാത്ത കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ ആരാധനയെ ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ ഉലൂഹിയത്തിനെ അംഗീകരിക്കാത്ത ശിർക്കിന്റെ വക്താക്കൾ, അല്ലാഹുവിന്റെ ഓർമ്മ രക്ഷാധികാരികളെ സ്വീകരിക്കുന്നവർ, അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും അവലംബിക്കുന്നവർ, അവർ സാധാരണയായി പറയാറുള്ള ഒരു ന്യായവാദമുണ്ട്. ഞങ്ങൾ ഒരിക്കലും അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, മറിച്ച് ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അള്ളാഹുവിലേക്ക് നേർക്കുനേരെ അടുക്കാൻ അർഹതയില്ലാത്ത ദുർബലരാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ അടുപ്പം വെച്ച് ഞങ്ങൾ അവരോട് ചോദിച്ചാൽ, ഞങ്ങൾ അവരെ വസീലയാക്കിയാൽ അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. സാക്ഷാൽ മക്ക മുശ്രിക്കുകളുടെ വാദമായി നാം കേട്ട് പരിചയിച്ച വാദം, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അവർ പറയും ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ല, മറിച്ച് ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അവരെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിച്ചവർ അവരെത്ര കഷ്ടത്തിലാണ്, നാശത്തിലാണ്. ഇന്നും ആ വാദം നമ്മൾ ഉയർന്നു കേൾക്കുന്നു. എന്നാൽ അള്ളാഹുവിലേക്ക് അടുപ്പം ആഗ്രഹിക്കുന്നവരെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പമാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? മഹാന്മാരായ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നു, അള്ളാഹുവിലേക്ക് അടുപ്പം സ്വീകരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ അസ്മാകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും അറിയുന്നതിലൂടെയല്ലാതെ മറ്റൊരു മാർഗം അതിലില്ല. അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പം ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് നിങ്ങൾ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ ബന്ധസ്ഥാപനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇടയാളന്മാരെ സ്വീകരിക്കേണ്ടതില്ല, നിങ്ങൾ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും പിന്നാലെ പോകേണ്ടതില്ല. നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് അടുത്തവനായ അള്ളാഹുവിനെ അവന്റെ അസ്മാകളിലൂടെയും സിഫാത്തുകളിലൂടെയും നിങ്ങൾ പഠിക്കുക, അറിയുക, തിരിച്ചറിയുക. എന്നിട്ട് അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അതെത്രത്തോളം ആ വിജ്ഞാനം അവന് കൂടുതൽ കരസ്ഥമാക്കാൻ സാധിക്കുമോ അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനും തഖ്വയും അവന് വർദ്ധിക്കും. ഇത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. هذا والله تعالى أعلم وأقول قولي هذا واستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد, الله سبحانه وتعالى യഥാവിധം ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിലേക്കുള്ള അടുപ്പം അത് പൂർണ്ണാർത്ഥത്തിൽ കരസ്ഥമാക്കാൻ, അള്ളാഹുവിന്റെ സാമീപ്യം അത് തഖ്വയിൽ അധിഷ്ഠിതമായി നേടാൻ, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനത്തിലൂടെ, അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ അല്ലാതെ സാധ്യമല്ല എന്നാണ്
അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ച് നമുക്ക് നൽകുന്ന ഈ വിഷയത്തിലെ നിർദ്ദേശം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവർ അവരാരാണ്? പലർക്കും പരാതിയാണ്, എന്റെ ഏകാന്തതയിൽ, എന്റെ ഈമാൻ ദുർബലമാകുന്ന അവസ്ഥയിൽ എനിക്ക് അല്ലാഹുവിനെ പേടിക്കാൻ സാധിക്കുന്നില്ല. നല്ല സഹവാസം ലഭിക്കുമ്പോൾ, ദീനിയായ നല്ല ചുറ്റുപാടിലായിരിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് തെന്നിമാറിയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനുള്ള ഭയം അത് കാറ്റിൽ പറത്തപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഫാത്തിറിൽ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ആര് മാത്രമാണ്? അൽ ഉലമാ, ഉലമാക്കൾ മാത്രമാണ്. അൽ ഉലമാ, ഇൽമുള്ള ഉലമാക്കൾ മാത്രമാണ് അല്ലാഹുവിനെ യഥാവിധം ഭയപ്പെടുന്നവർ, അവർ മാത്രമാണ്. ഇന്നമ എന്നുള്ള പ്രയോഗം അറബി അറിയുന്നവർക്കറിയാം, യുഫീദുൽ ഹസ്, അത് പരിമിതപ്പെടുത്തും. അതിനുശേഷം വന്നിട്ടുള്ളവരാരാണോ അവർ മാത്രമായിരിക്കും. അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ആര് മാത്രമായിരിക്കും? ഉലമാക്കൾ മാത്രമായിരിക്കും. എന്താണ് പ്രിയമുള്ളവരെ, നമ്മെ പോലെയുള്ള സാധാരണക്കാർക്ക് അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടാൻ സാധിക്കാത്തത്? ദീനിൽ നമുക്കുള്ള ഇൽമിന്റെ കുറവ് തന്നെയാണ്. അതിലുമുപരി അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ്. അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തിലെ നമ്മുടെ അജ്ഞതയാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ വിശദീകരിക്കവേ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ പറഞ്ഞൊരു വിശദീകരണമുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണ്. ആരാണ് ഉലമാക്കൾ? എന്താണ് ഉലമാക്കളുടെ വിശേഷണങ്ങൾ? ഇന്നമാ യഖ്ശാഹു ഹഖ്ഖ ഖശ്യതിഹി അൽ ഉലമാ അൽ ആരിഫൂന ബിഹി. അല്ലാഹുവിനെ ഭയപ്പെടേണ്ട മുറപ്രകാരം ഭയപ്പെടുന്നവർ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു മനസ്സിലാക്കിയ ഉലമാക്കളാണ്. അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ് തിരിച്ചറിവോടെ പ്രവർത്തിക്കുന്ന ഉലമാക്കളാണ്. لأنه كلما كانت المعرفة للعظيم العليم الموصوف بصفات الكمال المنعوت بالأسماء الحسنى كلما كانت المعرفة به أتم والعلم به أكمل كانت الخشية له أعظم وأكثر. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് അതെങ്ങനെയാണ്? അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ, പരിപൂർണങ്ങളായ അല്ലാഹുവിന്റെ മാത്രം സിഫാത്തുകളിലൂടെ, ഉത്കൃഷ്ടങ്ങളായ അവനവന് ഏർപ്പെടുത്തിയിട്ടുള്ള നാമങ്ങളിലൂടെ അവനെ കുറിച്ച് പഠിക്കുന്ന അറിവും വിജ്ഞാനവും എത്രത്തോളം അധികരിക്കുന്നുവോ, എത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടുന്നുവോ, അത്രത്തോളം അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയും തഖ്വയും അവന് വർദ്ധിക്കും, അതിന് വലുപ്പം വെക്കും. ഇതിന് ശോഷണം സംഭവിക്കുന്നിടത്തോളം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും തഖ്വയും നമ്മിൽ നിന്ന് ശോഷണം സംഭവിച്ചു പോകും. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഈമാനിന്റെ ശുദ്ധമായ അവസ്ഥ നമ്മിൽ നിലനിൽക്കണമെങ്കിൽ അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളിലൂടെ അവനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു നമുക്ക് അവന്റെ തൗഫീഖ് അനുകൂലമാക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സലഫുകളിൽപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്, മസാകീനു അഹ്ലി ദുനിയ, ദുനിയാവിലെ മിസ്കീന്മാർ എന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ ദരിദ്രർ എന്ന് പറഞ്ഞാൽ, ഖറജു മിൻഹാ വമാ ദാഖു അത്യബ മാ ഫീഹാ, അവർ ദുനിയാവിൽ നിന്ന് പുറത്തു വരുന്നവരാണ്, അല്ലെങ്കിൽ ദുനിയാവിൽ മരിച്ചു വീഴുന്നവരാണ്. എന്തില്ലാതെ ഈ ദുനിയാവിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായത് നുകരാതെ മരിച്ചുപോയവരാണ്. ഖീല, അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, വമാ അത്യബു മാ ഫീഹാ, ഏതാണ് ആ നഷ്ടബോധം സംഭവിച്ച, അല്ലെങ്കിൽ അവർ കാണാതെ പോയ, അവർ നുകരാതെ പോയ, അവർ അനുഭവിക്കാതെ പോയ മനോഹരമായ ദുനിയാവിലെ വിഭവം അതേതാണ്? സലഫുകൾ മറുപടി പറയാറുണ്ടായിരുന്നു, മഅരിഫത്തുല്ലാഹി വ മഹബ്ബതിഹി വൽ ഉൻസു ബിഖുർബിഹി വശൗഖു ഇലാ ലിഖാഇഹി, അല്ലാഹുവിനോടുള്ള അപരിമേയമായ സ്നേഹം, അല്ലാഹുവിനെ കുറിച്ചുള്ള തുല്യതയില്ലാത്ത അറിവ്, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാനുള്ള താല്പര്യം, ആഗ്രഹം, അല്ലാഹുവിനെ കാണാൻ സാധിക്കുമെന്ന അതിയായ കൊതി, ഇതാണ് ദുനിയാവിൽ നമ്മൾ നുകരുന്ന വിഭവങ്ങളിൽ ഏറ്റവും സുഗന്ധപൂരിതവും ഏറ്റവും മനോഹരമായത്. ഇതില്ലാതെ ദുനിയാവിൽ മരിച്ചൊടുങ്ങുന്നവരെ നിങ്ങൾ ദുനിയാവിന്റെ ഏത് സൗഭാഗ്യമാണ് നുകർന്നത്? സലഫുകൾ മനസ്സിലാക്കിയത്, ദുനിയാവിലെ തന്നെയും ഏറ്റവും നല്ല വിഭവമായി മനസ്സിലാക്കിയത്
ഈ ദുനിയാവ് നമുക്ക് അനുകൂലമാക്കിയത്, ആകാശത്തെ നമുക്ക് മേൽക്കൂരയാക്കിയത്, ഭൂമിയെ നമുക്ക് വാസയോഗ്യമാക്കിയത്, അവന്റെ നിഅമത്തുകൾ നമുക്ക് നമ്മുടെ മസാലികൾക്ക് അനുകൂലമാക്കിയത് ആ റബ്ബിനെ നിങ്ങൾ തിരിച്ചറിയാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ സുഖൗഷര്യങ്ങളിൽ മുഴുകാനും ഇവിടെ മതിമറന്ന് ജീവിക്കാനുമല്ല സമൂഹമേ നിങ്ങളെ പടച്ചത്, നാം ഓരോരുത്തരെയും പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്തിന്റെ അർത്ഥപൂർണത കൈവരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളിലൂടെ അവനെ അറിയുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം, അതിന്റെ ഗൗരവം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം അത് പറഞ്ഞാലും തീരാത്തതാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിൽ ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നായ മഹത്തായ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കപ്പെടാനിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗേഹത്തിൽ അവൻ ഹറമാക്കിയിട്ടുള്ള പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ ഇബാദുകൾ എല്ലാവരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും യാതൊരു വിവേചനവുമില്ലാതെ ഒരുമിച്ചുകൂടി ദീനിന്റെ ശആഇറുകൾ ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുന്ന, അല്ലാഹുവിന്റെ അനുഗ്രഹം നിഅമത്ത് അത് അനുകൂലമാകുന്ന ആ അവസ്ഥ അതെല്ലാ മുഅ്മിനും, ഈമാനിന്റെ ലെവലേശം കണിക മനസ്സിൽ അവശേഷിക്കുന്ന ഓരോ മുഅ്മിനും അവിടെ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ അതിയായി ആശിക്കുന്നവരാണ്. ഈ സന്ദർഭത്തിൽ കൂടുതൽ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് മഹാനായ അൽ-ഹാഫിദ് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പരിശുദ്ധ ഹജ്ജ് കർമ്മം അവിടെ നിർവഹിക്കുന്ന ഹാജിമാർ അവരുടെ ഹജ്ജ് നിർവഹിക്കുമ്പോൾ മനസ്സോടുകൂടി നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയ സാന്നിധ്യവും അവരോടൊപ്പമാണ്. എന്നാൽ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അത്തരക്കാർക്കായിട്ടുള്ള ആശ്വാസവാക്കുകളായി, അത്തരക്കാർക്കുള്ള മനസ്സിന്റെ തലോടലായി അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തട്ടെ. മല്ലം യസ്തതിഅ അൽ-വുഖൂഫു ബിഅറഫ, അറഫയിൽ നിൽക്കാൻ സാധിക്കാത്തവരെ, ഫൽയഖിഫ് ഇൻദ ഹുദൂദില്ലാഹി അല്ലദി അറഫ, നിങ്ങൾ അറിയുന്ന അല്ലാഹുവിന്റെ ഹുദൂദുകളിൽ പരിധികൾ നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലാഹു അവന്റെ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ള പരിധികളിൽ ആ സമയത്ത് നിങ്ങൾക്ക് നിൽക്കാം. വമൻ ലം യസ്തതിഅ അൽ-മബീതു ബിമുസ്ദലിഫ, മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ സാധിക്കാത്തവരെ, ഫൽയബിത് അലാ ത്വാഅത്തില്ലാഹി ലിയുഖർരിബഹു വയുസ്ലിഫ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുപ്പവും അവന്റെ സാന്നിധ്യവും അവന്റെ മഅയ്യത്തും കരസ്ഥമാക്കുന്ന ത്വാഅത്തുകളിൽ നിങ്ങൾ രാപ്പാർക്കുക. നിങ്ങൾക്ക് മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ സാധിച്ചില്ലെന്നിരിക്കാം, എന്നാൽ അല്ലാഹുവിനോടുള്ള ത്വാഅത്തുകളിലായി, ഇബാദത്തുകളിലായി നിങ്ങൾക്ക് രാപ്പാർക്കാൻ സാധിക്കും. വമൻ ലം യഖ്ദിർ അലാ ദബ്ഹി ഹദിഹി ബിമിന, മിനയിൽ പോയി അല്ലാഹുവിന് സമ്മാനമായി ബലിയെടുക്കാൻ സാധിക്കാത്തവരെ, ഫൽയസ്ബഹ് ഹവാഹു ലിയബ്ലുഗ ബിഹിൽ മിന്ന, നിങ്ങൾക്ക് മിന്നത്ത് കൈവരിക്കാൻ, നിങ്ങൾക്ക് ആദരവ് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള ഹവകൾ, നിങ്ങളുടെ ദേഹേച്ഛകളെ നിങ്ങൾ ബലിയെറുക്കുക. നിങ്ങൾക്ക് മിനയിൽ പോയി ബലിയെടുക്കാൻ സാധിച്ചില്ലെന്നിരിക്കാം, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛകളെ ഇവിടെ അറുത്തിടുക. വമൻ ലം യസ്തതിഅ അൽ-വുസൂലു ലിൽ-ബൈതി ലിഅന്നഹു ബഈദ്, അതെ, അല്ലാഹുവിന്റെ കഅബയിൽ അവന്റെ ഗേഹത്തിൽ പോയി ദൂരമാണ് കാരണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവരെ, ഫൽയഖ്സിദ് റബ്ബൽ ബൈതി ഫഇന്നഹു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ആ കഅബയുടെ, ആ ബൈത്തിന്റെ റബ്ബായ നിങ്ങളുടെ കണ്ണനാടിയേക്കാൾ അടുത്തവനായ അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ലെങ്കിൽ ആ അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് ലക്ഷ്യമാക്കാൻ സാധിക്കും. അവൻ നിങ്ങളുടെ തൗബ സ്വീകരിച്ചേക്കാം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹ്.